ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് 2 ബീട്രൂട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. 2 ബീട്രൂട്ടും നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യണം. ഗൈസ്, ഈ ഗ്രേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇതുപോലെ നല്ല ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത 2 ബീട്രൂട്ടും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തന്നെ ഒരു തൈരാട്ടോ ആവശ്യം അടുത്തത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പാത്രത്തിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മൾ ഇത്രയും ബീട്രൂട്ടാട്ടോ എടുത്തേക്കുന്നത്, 2 ബീട്രൂട്ടാണ്. ഗൈസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് തൈരാട്ടോ. കുറച്ച് കട്ടിയുള്ള തൈര് എടുക്കാം. നമ്മുടെ കയ്യിൽ ലൂസായിട്ടുള്ള തൈരാണ്, അത് കുഴപ്പമില്ല. ഗൈസ്, നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒഴിക്കണ്ട കേട്ടോ, ഈ ഒരു ഇതിൽ ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിത് ഇളക്കാം. ഉപ്പ് എല്ലാവിടേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. അടുത്തായി നമ്മളൊരു ചട്ടി വയ്ക്കാം. ഗ്യാസ് സ്റ്റവിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചട്ടിയിലത്തെ വെള്ളം വറ്റിയപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകമാണ്. കുറച്ച് ജീരകം എടുത്താൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, ജീരകം കുറച്ചെടുത്താൽ മതി. നമുക്കിത് എണ്ണയിൽ ഇട്ടിട്ട് പൊട്ടിച്ചൊഴിക്കാനുള്ളതാണ്. നമ്മൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കണ്. ഞാൻ ആവശ്യം കറിവേപ്പില കേട്ടോ, കുറച്ച് കറിവേപ്പില ഇടാക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഓഫാക്കാം കേട്ടോ. അത് ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ബീട്രൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റം റെഡി.